എറണാകുളം പറവൂർ മാഞ്ഞാലി SNGA-ST കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് അധികൃതരെ വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും തടഞ്ഞു. വായ്പയെടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി നടപടിയുമായി ബാങ്ക് മുന്നോട്ടു പോകുന്നത്. കൊച്ചിയിൽ നിന്നും ദേവനാണ് ചേരുന്നത്. ദേവൻ, ഈ ഒരു ജപ്തി നടപടി എന്തായാലും വിദ്യാർത്ഥികളെയും ഏറെ ആശങ്കയിലാക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ബാങ്കിന്റെയും അതുപോലെ തന്നെ കോളേജ് അധികൃതരുടെയും ഒക്കെ പ്രതികരണം ഏത് രീതിയിലാണ്? ഏതായാലും ഇപ്പോൾ ഈ ഒരു ജപ്തി നടപടിയോടുകൂടി ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയൊരു ആശങ്കയിലാണ്. കാരണം ഈ ഒരു കാര്യം അറിയാതെയാണ് പല വിദ്യാർത്ഥികളും ഇവിടെ ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കുകയും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെല്ലാം ചേരുന്നത്. കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം അവസാനം ആണ് ബാങ്ക് ജപ്തി നടപടിയുമായി ആദ്യം ഈ കോളേജിൽ എത്തിയത്. അന്ന് ഇതുപോലെ വലിയൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ മാനേജ്മെന്റ് ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ 1 കോടി രൂപ ആ മാസം അവസാനത്തോടുകൂടി അടയ്ക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ജപ്തി നടപടിയിൽ നിന്നും താൽക്കാലികമായി ബാങ്ക് പിൻവാങ്ങിയത്. എന്നാൽ ഈ കോളേജിന്റെ മാനേജ്മെന്റ് 2 തവണ ഈ ഒരു കാര്യത്തിൽ മാനേജ്മെന്റിനുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയും മാനേജ്മെന്റ് അധികൃതർ തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്തതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ ഒരു തിരിച്ചടവ് മാനേജ്മെന്റ് കൃത്യമായി നൽകിയില്ല. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ബാങ്ക് ജപ്തി നടപടിയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ജപ്തി നടപടിക്കായി ബാങ്ക് അധികൃതർ എത്തിയിരിക്കുന്നത്. പോലീസിന്റെ എല്ലാം ഒരു പിന്തുണയും ഇപ്പോൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി കോളേജിനുള്ളിലേക്ക് ഇപ്പോൾ ബാങ്ക് അധികൃതരും ഒപ്പം തന്നെ പോലീസും PTA ഭാഗത്ത് നിന്ന് രക്ഷിതാക്കളും എല്ലാവരും ഇപ്പോൾ കോളേജിനുള്ളിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് കോടതിയിൽ ഈ മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഈ വിദ്യാർത്ഥികൾക്ക് ആശങ്കയില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജ് വിട്ടു പോകാൻ തയ്യാറാണെന്നുള്ള തരത്തിലുള്ള ഒരു വാദം കോടതിയിൽ ഈ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഉയർത്തിയുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികളുമായി ആലോചിക്കാതെയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളുമായി ആലോചിക്കാതെയാണ് ഈ മാനേജ്മെന്റ് ഇത്തരത്തിൽ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നതാണ് രക്ഷിതാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാർത്ഥികളുടെ ഭാവി ഇനി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജപ്തി നടപടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ രക്ഷിതാക്കൾ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ പല കുട്ടികളും ഈ 3ാം സെമസ്റ്ററിലും 4ാം സെമസ്റ്ററിലൊക്കെയായി വിദ്യാർത്ഥികൾ പലരും ഇവിടെ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു വിദ്യാഭ്യാസം മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് വീണ്ടും ഒരു പുതിയ അഡ്മിഷൻ അല്ലെങ്കിൽ പുതിയൊരു അധ്യയന വർഷം വരെ വീണ്ടും കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു മണിക്കൂറായിട്ട് ഇപ്പോൾ കോളേജിനുള്ളിൽ ബാങ്ക് അധികൃതരുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ് മാനേജ്മെന്റ്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റിനോ അല്ലെങ്കിൽ വായ്പ തിരിച്ചടവിനുള്ള ഒരു സാവകാശം തേടുകയുള്ളൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും. ഏതായാലും ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ ദേവൻ, എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.